ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 3 എക്സസൈസ് സെറ്റ് 3.5 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പെർഫോം ദ ലോങ് ഡിവിഷൻ ഫോർ 1/13. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും സ്റ്റെപ്പായിട്ട് ചെയ്ത് പോകാം. ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1/13 ലോങ് ഡിവിഷൻ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് 1/13 ഒന്ന് ലോങ് ഡിവിഷൻ ചെയ്ത് നോക്കാം. 1 ഡിവൈഡഡ് ബൈ 13. 1നെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ കോഷ്യൻറ്റിൽ 0 ഇട്ടിട്ട് ഡെസിമൽ പോയിൻ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഡിവിഡൻറ്റിൽ ഒരു 0 കൊടുക്കുന്നു. 10നെ വീണ്ടും നമുക്ക് 13 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കോഷ്യൻറ്റിൽ ഒരു 0 കൊടുത്തിട്ട് ഡിവിഡൻറ്റിലും ഒരു 0 കൊടുക്കുന്നു. ഇനി 100ൽ 13 എത്ര ടൈംസ് ഉണ്ട് എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് 13 × 7 ചെയ്ത് നോക്കാം. 7 3s are 21, 2, 91. 100 minus 91 is 9. ഇവിടെ 7 ആണ്. ഇനി വീണ്ടും 0 ഇട്ട് കൊടുക്കുന്നു. 90ൽ 13 എത്ര ടൈംസ് ഉണ്ട് എന്ന് നോക്കണം. അപ്പോൾ 13 × 6 ചെയ്ത് നോക്കാം. 6 3s are 18, 78 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 6 78. ഇവിടെ 8 ആകും. ഇവിടെ 10 minus 8 is 2, 8 minus 7 is 1. വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. 13 × 9, 9 3s are 27, 2, 117. ഇവിടെ 9 വന്നു. ഇവിടെ നമുക്ക് ഇവിടെ 1 ആവും. ഇവിടെ 10 minus 7 is 3. വീണ്ടും 30, 2 times 13 × 2, 26. റിമൈൻഡർ ഈസ് 4. 40 ആവും. 40ൽ 13 3 ടൈംസ് വരും അല്ലേ, 39. 39. അപ്പോൾ നമ്മൾ 1 ഇട്ട് കൊടുത്തു. 40 minus 39 is 1. 1നെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ 10നെ നമുക്ക് വീണ്ടും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളിവിടെ 2 zeros ഒരുമിച്ചിടേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോഷ്യൻറ്റിലും ഒരു 0 കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ വീണ്ടും ഇവിടെ 100 റിപ്പീറ്റ് ചെയ്ത് വരികയാണ് അല്ലേ. ഇനി ചെയ്യുന്ന ഉടനെ ഈ 0 തൊട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. എന്നാന്ന് വെച്ചാൽ നമ്മൾ 100ൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ വീണ്ടും 100. അപ്പോൾ ഈ ഡിജിറ്റ്സുകൾ തന്നെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വരും. അപ്പോൾ 1/13 ലോങ് ഡിവിഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 0.076923. ഇനി വീണ്ടും 0 റിപ്പീറ്റ് ചെയ്ത് വരും. 076923 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ റിപ്പീറ്റിംഗ് ഡിജിറ്റ്സ് ഏതാണ്? 0766923. വീണ്ടും ഇവിടെ 0 വന്നു. അപ്പോൾ അതാ ഇവിടെ 100. ഇനി ബാക്കി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഡിജിറ്റ്സും റിപ്പീറ്റ് ആകും. ഓക്കെ, അടുത്തത് ഐഡൻറ്റിഫൈ ദ റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റ്സ്. അത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദ റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഈസ് ഏതൊക്കെയാണ്? 0 ഉണ്ട്, 7 ഉണ്ട്, 6, 9, 2, 3. ഇത്രയും ഡിജിറ്റ്സാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ 2 ക്വസ്റ്റിന് നമ്മൾ ആൻസർ എഴുതി. ഇനി അടുത്തത് ഡസ് ഇറ്റ് ഷോ സൈക്ലിക് പ്രോപ്പർട്ടീസ് ഇഫ് യു ഇവാലുവേറ്റ് 2/13. നമ്മൾ 2/13 ഇവാലുവേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഇത് സൈക്ലിക് പ്രോപ്പർട്ടി ഷോ ചെയ്യുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സൈക്ലിക് പ്രോപ്പർട്ടി എന്താണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു. സൈക്ലിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഈ ഡിജിറ്റ്സ് തന്നെ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വരും. ഈ ഡിജിറ്റ്സ് മാത്രമേ വരത്തുള്ളൂ, വേറെ ഡിജിറ്റ്സ് ഒന്നും വരത്തില്ല. അങ്ങനെ നമ്മൾ ഏതൊക്കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും, അതായത് 1/13നെ 2 കൊണ്ടോ 3 കൊണ്ടോ 4 കൊണ്ടോ 5 കൊണ്ടോ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്താലും ഈ ഡിജിറ്റ്സുകൾ മാത്രമേ ആ ആൻസറിനകത്ത് വരത്തുള്ളൂ. അതാണ് സൈക്ലിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇത് എളുപ്പമായിരിക്കും. സൈക്ലിക് പ്രോപ്പർട്ടി എന്താണെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞത് 2/13 ചെയ്താൽ നമുക്ക് ഈ 1/13ലെ സെയിം ഡിജിറ്റുകൾ തന്നെ ആയിരിക്കുമോ ആൻസറിനകത്ത് കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 2/13 ഒന്ന് ചെയ്ത് നോക്കാം. 2/13 നമ്മൾ വീണ്ടും ലോങ് ഡിവിഷൻ്റെ ചെയ്യേണ്ട കാര്യമില്ല. 2/13 എന്ന് വെച്ചാൽ എന്താ? 2 × 1/13 ആണ്. അപ്പോൾ നമ്മൾ 2 × എന്ത് ചെയ്താൽ മതി? 0.07692 ബാർ ചെയ്താൽ മതി അല്ലേ. ഇവിടെ ഇതിനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് എങ്ങനെ എഴുതാം? 0.70769
2 3 ബാർ എന്ന് എഴുതാം. ഈ ഡിജിറ്റുകളെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ എല്ലാം മുകളിൽ നമുക്ക് ബാർ കൊടുക്കാം. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താലോ? 7 6 9 2 3 ഇൻറ്റു 2. 3 into 2 6, 2 2s are 4, 9 2s are 18, 1 6 2s are 12 plus 1 13, 1 7 2s are 14 plus 1 15. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 5 3 8 4 6. അപ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞാൽ 1 2 3 4 5 6 ഡിജിറ്റ് ആണുള്ളത്. 1 2 3 4 5 6. അതാണ് നമ്മുടെ ഡെസിമൽ പോയിൻ്റ് ഇവിടെ വരും. അപ്പോൾ നമുക്ക് 2/13 ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? 0.153846. ഇവിടെ ബാറുണ്ട്, അതുകൊണ്ട് ബാർ ഇട്ട് കൊടുക്കണം. ഇതും റിപ്പീറ്റ് ചെയ്ത് തന്നെ വരും. അപ്പോൾ നോക്കിയാൽ ഇവിടുത്തെ റിപ്പീറ്റിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് 153846 ആണ്. ഇവിടുത്തെ റിപ്പീറ്റിംഗ് ബ്ലോക്കോ 076923. രണ്ടും ഒരേപോലെയാണോ ബ്ലോക്സ് വന്നിരിക്കുന്നത്, നമ്പേഴ്സ് വന്നിരിക്കുന്നത്? അല്ല, ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡസ് ഇറ്റ് ഷോ സൈക്ലിക് പ്രോപ്പർട്ടീസ് ഇഫ് യു ഇവാലുവേറ്റ് 2/13. അപ്പോൾ നമ്മളിവിടെ 2/13 ചെയ്തപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യുന്നില്ല? സൈക്ലിക് പ്രോപ്പർട്ടി വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? It does not share the same digits as 1/13. അപ്പോൾ ഇത് വേറെ ഒരു സെപ്പറേറ്റ് ഫാമിലിയാണ് ഇവിടെ കാണുന്നത്. ഇത് 1/13 ചെയ്തപ്പോൾ നമുക്ക് ഒരു സെപ്പറേറ്റ് സൈക്ലിക് സീക്വൻസ് ആണ് കിട്ടിയത് അല്ലേ, 2/13 അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇറ്റ് ബിലോങ്സ് ടു എ സെക്കൻഡ് separate cyclic sequence generated by the denominator 13. അപ്പോൾ 1/13 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു സീക്വൻസ് അല്ല നമുക്ക് 2/13 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള സൈക്ലിക് സീക്വൻസ് ആണ്. നമ്മളോട് ബാക്കിയും കൂടെ ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സൈക്ലിക് ആയിട്ട് വരുന്നതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നൗ കമ്പ്യൂട്ട് 3/13 4/13 എക്സെട്ര വാട്ട് ഡു യു നോട്ടീസ്. അപ്പോൾ ഇനി നമുക്ക് 3/13 4/13 ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നില്ല, വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോവും. ഞാൻ ഡയറക്റ്റ് ആൻസേഴ്സ് ഇവിടെ എഴുതുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3/13 എഴുതുന്നു. 3/13 എന്ന് പറയുന്നത് 3 ഇൻറ്റു 1/13 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് 0.230769 ബാർ എന്ന് കിട്ടും. അടുത്തത് 4/13 ചെയ്യുമ്പോൾ നമുക്ക് 0.307692. ഇവിടെ നമുക്ക് 3/13 4/13 സെയിം ആയിട്ടുള്ളതാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഇതിനെ രണ്ട് ഫാമിലി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. 1/13 കിട്ടിയ ഡിജിറ്റ്സിനെ ഇതിനെ ഞാൻ എ എന്നും ഇതിനെ ഞാൻ ഫാമിലി ബി എന്നും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ചെയ്ത് നോക്കുന്ന ഓരോന്നും ഏതൊക്കെ ഫാമിലിയിലാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ 230769 അത് എയിലാണ് വന്നത് അല്ലേ. ഇത് ഫാമിലി എയിലാണ്. ഇതും സെയിം ഡിജിറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഇതും ഫാമിലി എയിലാണ്. ഇനി അടുത്തത് 5/13 ചെയ്താൽ നമുക്ക് 0.384615 കിട്ടും. ഇതേത് ഫാമിലിയിലാണ് വരിക? ബിയിലാണ് വരിക. ഇനി അടുത്തത് 6/13 ചെയ്താൽ 0.461538. ഇതേത് ഫാമിലിയിലാണ്? ബിയിലാണ് വരിക അല്ലേ. അടുത്തത് 7/13. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ കുറച്ചുകൂടെ ചെയ്യുന്നത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ 3/13 4/13 ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയും കൂടി ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ 7/13 ചെയ്താൽ 0.538461 ബാർ. ഇതും ഏതിലാണ്? ഫാമിലി ബിയിലാണ്. അടുത്തത് 8/13 ചെയ്താൽ 0.615384. ഇതും എവിടെയാണ്? ഫാമിലി ബിയിലാണ് വരിക. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഫാമിലിയിലുള്ള നമ്പേഴ്സും നമുക്കിവിടെ കിട്ടി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഡു യു നോട്ടീസ്? ഇവിടെ എന്താണ് നിങ്ങൾ നോട്ടീസ് ചെയ്തത് എന്ന് പറയണം. എന്താ നോട്ടീസ് ചെയ്തത്? ദെയർ ആർ എക്സാക്ട്ലി 2 families ഓഫ്
സൈക്ലിക് റൊട്ടേഷൻ. ഓക്കെ, നമ്മൾ നോട്ടീസ് ചെയ്തതാണ് ഇനി എഴുതുന്നത്. ദർ ആർ എക്സാക്ട്ലി 2 families of cyclic rotations. ഫാമിലി എ, ഫാമിലി എയിൽ റൊട്ടേഷൻസ് ഓഫ് ഏതൊക്കെ ഡിജിറ്റ്സ് ആണ്? റൊട്ടേഷൻസ് ഓഫ് 0, 7, 6, 9, 2, 3 ഈ ഡിജിറ്റ്സ് റൊട്ടേറ്റ് ചെയ്ത് വരുന്നതാണ്. ഏതൊക്കെയാണ് ഫാമിലി എയിൽ വരിക? 1/13 ഉണ്ട്, 3/13 ഉണ്ട്, 4/13 ഉണ്ട്. ഞാനിവിടെ 8 വരെ ചെയ്തിട്ടുള്ളൂ. ബാക്കി ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിയും കൂടെ ഇതിൻ്റെ കൂടെ എഴുതാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് ഫാമിലി ബി. ഫാമിലി ബിയിൽ റൊട്ടേഷൻസ് ഓഫ് ഏതൊക്കെ ഡിജിറ്റ്സുകളാണ്? 1, 5, 3, 8, 4, 6 ഈ ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഫാമിലി ബി ഏതൊക്കെയാണ്? 2/13 ഉണ്ട്, 5/13 ഉണ്ട്, 6/13 ഉണ്ട്, 7/13 ഉണ്ട്, 8/13 ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോട്ടീസ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഇത് ചെയ്യണമെങ്കിൽ അറിയേണ്ട കാര്യം എന്താണ്? സൈക്ലിക് പ്രോപ്പർട്ടി എന്താണ് എന്നറിയണം. സൈക്ലിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു റാഷണൽ നമ്പറിനെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിജിറ്റ്സ് ആ റാഷണൽ നമ്പറിനെ 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിൻ്റെ ഡിജിറ്റും സെയിം നമ്പേഴ്സ് തന്നെയാണെങ്കിൽ, അതായത് ഒരേ ഡിജിറ്റ്സ് തന്നെയാണെങ്കിൽ നമുക്കത് സൈക്ലിക് പ്രോപ്പർട്ടി ആണ് എന്ന് പറയാം. അതാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി തേർഡ് ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.